ഈ കഴിഞ്ഞ ജൂലൈ 5-ന് ബോംബെ സൊസൈറ്റി ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. ആ പ്രോഗ്രാമിൽ നമ്മുടെ സെബിയുടെ ചെയർമാൻ തുഹിൻകാന്ത് പാണ്ഡെ പങ്കെടുക്കുകയും അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതായത് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, വരും കാലങ്ങളിൽ റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താണ് റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പറഞ്ഞിരുന്നത്. റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്നാൽ സാമൂഹികവും പാരിസ്ഥിതികവുമായിട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു വ്യക്തി നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അഥവാ ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്നതിന് പകരം സമൂഹ നന്മയും കൂടി കണക്കിലെടുത്ത് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. സമൂഹത്തിന് ഹാനികരമാവുന്ന ഒരു കമ്പനികളിലും ഒരു ഷെയർസിലും നമ്മൾ ട്രേഡ് എടുക്കില്ല, ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല എന്നുള്ള ഒരു തീരുമാനം. ഇനി സെബി എങ്ങനെയാണ് റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? സെബി ഇതിനു വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റർ ക്യാമ്പയിനിങ് നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചിട്ട്, ഓൺലൈൻ ഫ്രോഡുകളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുക. അതുപോലെ തന്നെ UPI ബാങ്ക് പേയ്മെന്റ് ഒക്ടോബർ 1 മുതൽ വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരിക. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ ജനങ്ങൾക്ക് നേരിട്ട് നിക്ഷേപിക്കാനുള്ള സംവിധാനം RBIയുമായിട്ട് സംസാരിച്ച് അത് നടപ്പിലാക്കുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡുകളിൽ നമ്മളിൽ പലരും അറിവില്ലായ്മ കൊണ്ട് വലിയ എമൗണ്ട് ലോസ് വരാറുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയാണ് സെബി എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റർ അവയർനെസ് ക്യാമ്പയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തിനാണ് സെബി ഇത് ചെയ്യുന്നത്? നമുക്കറിയാം, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ വാച്ച് ഡോഗ് ആണ് സെബി. വാച്ച് ഡോഗ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അവിടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ സെബിയെ വാച്ച് ഡോഗ് ആയിട്ട് വിളിക്കുന്നത്. സെബിയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ അവരുടെ പണം ലോസ് ആവുന്നതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിക്കുക എന്നുള്ള ഒരർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് സെബി ഇത്തരത്തിലുള്ള ക്യാമ്പയിനിങ്ങുകൾ നടപ്പാക്കുന്നത്. അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ, ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു.